لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ലോകത്തുള്ള സർവോപരി ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവർക്ക് വേണ്ട അന്നവും നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൗരവപരമായ ഗണ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതരായ ആളുകൾ കടന്നു ചെല്ലുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ
നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വളരെ ദൂരെ നിന്ന് രണ്ട് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികൾ. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിക്കുകയും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ മടങ്ങിപ്പോയ വ്യക്തികളിൽ രണ്ടാളുകളിൽ ഒരു മനുഷ്യൻ പിറ്റേ വർഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഒരു വർഷം കൂടി അധികം ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ വ്യക്തി ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്. രണ്ടാമത്തെ വ്യക്തി മരണപ്പെടുന്നതാകട്ടെ ഒരു വർഷം ജീവിക്കുകയും സ്വാഭാവികമായിട്ടുള്ള സാധാരണ രീതിയിലുള്ളൊരു മരണമാണ് രണ്ടാമത്തെ വ്യക്തിക്ക് ലഭിച്ചത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നത് രണ്ടാമത് മരിച്ച വ്യക്തിയാണ് എന്നാണ് പ്രവാചകൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും സ്വഹാബത്തിന് അത്ഭുതം തോന്നി. അള്ളാഹിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഷഹീദായ ഒരു വ്യക്തിയേക്കാളേറെ പ്രതിഫലം ഒരു വർഷം ജീവിക്കുകയും സാധാരണ മരണം മരിക്കുകയും ചെയ്ത വ്യക്തിക്ക് ലഭിക്കുകയും. പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ മറുപടി, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന ഖാല ബല. അയാൾക്ക് ഒരു വർഷം അധികം ലഭിച്ചില്ലേ? ഒരു ഷഹീദായ വ്യക്തി മരണപ്പെട്ടു, അതിനുശേഷം ഒരു വർഷം ജീവിച്ച വ്യക്തിക്ക് ഒരു വർഷം അധികം ലഭിച്ചിരുന്നു. സ്വഹാബത്ത് പറഞ്ഞു, അതേ പ്രവാചകനെ, വഅദ്റക റമദാന ഫസാമ ഖാല ബല യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് പറഞ്ഞു, അതേ പ്രവാചകനെ, അയാൾ ഒരു വർഷം ജീവിക്കുകയും റമദാനിൽ സാക്ഷിയാവുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകരെ. ഒന്നാലോചിച്ച് നോക്കുക, ഞാനും നിങ്ങളുമടക്കം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട, എന്നാൽ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഈ ഒരു വേളയിൽ നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ഈ ദുനിയാവ് വിട്ട് പിരിഞ്ഞു പോകേണ്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട്. റമദാൻ കാത്തിരിക്കുകയും റമദാനിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ, മാസങ്ങളും ആഴ്ചകളും ബാക്കി നിൽക്കെ, നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികളും നാട്ടുകാരും കൂട്ടുകാരും അവരെ അപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് വരാനിരിക്കുന്ന റമദാൻ മാസത്തിൽ സാക്ഷിയാവുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി, ഒരു വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നമ്മളേറെ ബഹുമാനിക്കുന്ന, നമ്മളേറെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ഒരു അതിഥിയായിട്ട്. എങ്ങനെയായിരിക്കും നമ്മുടെ ആതിഥ്യ മര്യാദ ഉണ്ടായിരിക്കുക? അല്ലേ? വളരെയധികം സ്നേഹത്തോടെ വളരെയധികം കൃത്യമായിട്ടുള്ള ഭക്ഷണം അദ്ദേഹത്തിന് നൽകി, രുചികരമായിട്ടുള്ള വൈഭവ്യമുള്ള ഭക്ഷണം നമ്മൾ അവർക്ക് നൽകും. അദ്ദേഹത്തിന് കിടക്കാനുള്ള ഉന്നതിയുള്ള ഒരു കട്ടിൽ അവർക്ക് നൽകും. കൃത്യമായിട്ടുള്ള ഉതപ്പുകളും തലയണകളും നമ്മൾ അവർക്ക്
ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അല്ലെ, ഒരു അതിഥി വരുമ്പോൾ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അതിഥി നമ്മുടെ അടുക്കിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള സാധാരണയായിട്ടുള്ളൊരു മര്യാദയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് റമദാൻ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബി ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, ഉന്നതനായ ഉത്തമനായ വ്യക്തി ആരാണ് പ്രവാചകൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. അതേ സ്വഹാബി ചോദിച്ചു, ഫഅയ്യുന്നാസി ശർർ, പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി ആരാണ് പ്രവാചകൻ? പ്രവാചകൻ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾക്ക് കൂടുതൽ വർഷം, കൂടുതൽ ആയുസ് ലഭിക്കുകയും ആ ആയുസിനനുസരിച്ച് കൃത്യമായിട്ട് നന്മകൾ ചെയ്ത് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി, അയാളാണ് അയ്യുന്നാസി ഖൈർ എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി നേരെ തിരിച്ച്, അയ്യുന്നാസി ശർ, ഇതാണ് പ്രവാചകരെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ദീർഘകാലം ജീവിക്കുവാൻ അവസരം ലഭിച്ചിട്ടും വസാഅ അമലുഹു, ആ ജീവിതം അത് അവൻ്റെ മോശമായ തിന്മയായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആരുണ്ടോ അവനാണ് ഏറ്റവും ഷർറായ അയ്യുന്നാസി ശർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്നാൽ ജീവിക്കുന്ന കാലത്തോളം, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുവോ ആ കാലഘട്ടത്തോളം അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ നിയമങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് കൃത്യമായിട്ടുള്ള നന്മകൾ, സ്വാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുവോ അവനാണ് ജീവിതത്തിൽ വിജയിച്ച, ജീവിതത്തിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് മംഗളമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. തുബാ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കുവാൻ അവസരം ലഭിക്കുകയും ആ അവസരം ഉപയോഗപ്പെടുത്തുകയും നന്മകൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ, തൂബ, അവർക്ക് മംഗളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെയധികം നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ആ റമദാൻ മാസത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്കകം പ്രവേശിക്കാനിരിക്കും. നന്മകൾ ചെയ്ത്, അമലുകൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം ധന്യമാക്കുവാനും ആ റമദാനിൻ്റെ രാപ്പകലുകളിൽ കൃത്യമായിട്ട് റബ്ബിനെ സ്മരിക്കുവാനും ഓർക്കുവാനുമുള്ള ഒരു സമയമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതാകും ശഹ്റു റമദാൻ ശഹ്റുൻ മുബാറകുൻ ഫറദല്ലാഹു ലക്കും സിയാം. നിങ്ങളിലേക്ക് ഇതാ റമദാൻ മാസം കടന്നു വരികയാണ്. ശഹ്റുൻ മുബാറകുൻ, ഏറ്റവും അനുഗ്രഹീതമായ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾ പവിത്രമാക്കിയിട്ടുണ്ട്. ആ പവിത്രതയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ഈ റമദാൻ മാസത്തിന് ഒട്ടനവധി ശ്രേഷ്ഠതകളും പവിത്രതയും ഉണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഈ റമദാനിന് എന്തുമാത്രം പവിത്രതയാണ് പ്രവാചകരെ ഉള്ളത് എന്ന്. പ്രവാചകൻ പറഞ്ഞു, ഈ റമദാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത് എന്ന്. മഹാനായ
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകൾ അല്ലെ, സുഹഫ് എന്ന് പറയും. ആ സുഹഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് റമദാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥമായി ഇറക്കിക്കൊടുത്ത തൗറാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് റമദാൻ മാസത്തിലാണ്. ഈസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത ഇൻജീൽ എന്ന വേദഗ്രന്ഥം അത് ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ വേദഗ്രന്ഥം സബൂർ, ആ ഗ്രന്ഥവും ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനും ഇറങ്ങിയത് റമദാൻ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് എന്ന് വളരെ കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിൽ നമ്മൾക്ക് ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളമായിട്ട് ആ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. പ്രിയമുള്ളവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത്, ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത് ഈ റമദാൻ മാസത്തിലാണ്. ഇസ്ലാമിലെ ഒന്നാമത്തെ യുദ്ധം എന്നറിയപ്പെടുന്ന, പ്രധാന യുദ്ധം എന്നറിയപ്പെടുന്ന ബദർ യുദ്ധം, ആ ബദർ യുദ്ധം മുസ്ലിങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ, വിജയം കൊയ്ത ബദർ യുദ്ധം ഉണ്ടായത് അത് റമദാൻ മാസത്തിലാണ്. മുസ്ലിങ്ങൾ മക്ക കീഴടക്കിയ മക്കം ഫതഹ്, ആ ഫതഹ് മക്ക ഉണ്ടായത് അത് റമദാൻ മാസത്തിലാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയുള്ള സൈനിക സന്നാഹങ്ങൾ നടത്തിയിരുന്നത് അത് ഈ റമദാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഖീഫ് ഗോത്രം ഒരു ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ഒരു റമദാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി തൻ്റെ സൈന്യത്തെ ഒരുക്കിയിരുന്നത് ഈ ഒരു റമദാൻ മാസത്തിലാണ് എന്ന് വളരെ കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ നോമ്പ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഒരു ആരാധനയായിരുന്നില്ല. മറ്റു മതങ്ങളിലും നമുക്ക് ഈ നോമ്പ് കാണുവാൻ സാധിക്കും, വ്രതം കാണുവാൻ സാധിക്കും. ക്രിസ്തീയ ആചാരങ്ങളിൽ അവർക്ക് വ്രതമുണ്ട്, യഹൂദന്മാരുടെ ആചാരങ്ങളിൽ അവർക്ക് വ്രതമുണ്ട്, ഹൈന്ദവന്മാരുടെ ആചാരങ്ങളിലും അവർക്ക് വ്രതമനുഷ്ഠാനമുണ്ട്. എന്നാൽ ഇസ്ലാമിലെ വ്രതം എന്ന് പറയുന്നത്, ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത് അത് മറ്റു മതാനുഷ്ഠാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൽ ഒരുപാട് നോമ്പുകളുണ്ട്, സുന്നത്ത് നോമ്പുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രായശ്ചിത്തമായിട്ടുള്ള നോമ്പുകൾ, റമദാനിൽ ഒരു പക്ഷെ നമുക്ക് നോറ്റുവീട്ടാൻ പറ്റാത്ത നോമ്പുകൾ നമുക്ക് പിന്നീട് നോറ്റുവീട്ടുവാൻ സാധിക്കും. അതല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം നോമ്പെടുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ നിയ്യത്തെടുക്കുകയും ചെയ്യുന്ന നേർച്ചയുടെ നോമ്പ്, ഇങ്ങനെ ഒരുപാട് നോമ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ നോമ്പിനേക്കാൾ ഏറെ പവിത്രമാണ് ഒരു മുസ്ലിമായ ബാലിഗായ ആഖിലായ ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ള വുജൂബായിട്ടുള്ള ഒരു കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് നമസ്കാരം ശീലിപ്പിക്കുന്നതോടൊപ്പം 7 വയസ്സാകുമ്പോൾ അവരെ നമസ്കരിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവരെ 10 വയസ്സാകുമ്പോൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയമുള്ളവരെ, നമ്മൾ അവരെ ചെറുപ്രായത്തിൽ തന്നെ നോമ്പ് നോൽക്കുവാൻ വേണ്ടി ശീലിപ്പിക്കണമെന്നും വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട റുക്കുനുകളിൽ ഒന്നാണ് നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്തായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലേ, ഇസ്ലാമിൽ 5 തൂണുകളാണ് ഉള്ളത്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ. അല്ലേ, 5 തൂണുകളിലായിട്ടാണ് ഇസ്ലാം മതം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ 5 തൂണുകളിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്, പ്രധാനപ്പെട്ട തൂണാണ് നോമ്പ് എന്ന അനുഷ്ഠാനം എന്ന് പറയുന്നത്. മറ്റു എല്ലാ അനുഷ്ഠാനങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട്. നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, എത്ര ചെറിയ കർമ്മമാകട്ടെ,
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം 10 മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം നൽകുന്നത്. ഏത് ചെറിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ 10 മുതൽ 700 ഇരട്ടി വരും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹ് പറഞ്ഞു അസ്സൗമു ലീ വ അന അജ്സി ബി. നോമ്പ് എന്ന് പറയുന്നത്, റമദാനിൽ നമ്മൾ നോൽക്കുന്ന നോമ്പ് എന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ള, ഏറെ അനുഗ്രഹമുള്ള, ഫضലുള്ള ഒരു മാസമാണ് പ്രിയമുള്ളവരെ നമ്മളിലേക്ക് വരുന്നത്. ആ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. ആത്മീയമായും ശാരീരികമായും നമ്മൾ അതിന് തയ്യാറായിരിക്കണം. വീടുകളിൽ നമ്മൾ ചെയ്യാറുള്ള നനച്ചുകുളി പോലെയുള്ള പ്രവർത്തനങ്ങൾ റമദാനാകുമ്പോൾ പള്ളികളൊക്കെ നമ്മൾ വളരെ വൃത്തിയായി നനച്ചുകുളിയൊക്കെ നടത്തും. വീടുകളൊക്കെ നമ്മൾ വളരെ കൃത്യമായി വൃത്തിയായി നമ്മൾ സൂക്ഷിക്കും. അതിനുവേണ്ടി റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറാകും. അതുപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് പ്രിയമുള്ളവരെ ഈ റമദാനിലേക്ക് നമ്മൾ തയ്യാറാകണം. വീടുകൾ വൃത്തിയാക്കുന്നത് പോലെ, പള്ളികൾ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാനുള്ള ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ മാസത്തിന് വേണ്ടി നമ്മൾ സദാസമയം കാത്തിരിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കാത്തിരിക്കുന്ന നമ്മളെ ആ റമദാനിലേക്ക് എത്തുകയും റമദാനിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗണ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ റമദാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ആ ഒരു മാസത്തിനു വേണ്ടി ആത്മീയമായും ശാരീരികമായും നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ ജാഅ റമദാൻ, റമദാൻ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലികത് അബ്വാബുൽ ജഹന്നം വസുഫിദത്തി ശയാത്തീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, റമദാൻ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ സ്വർഗങ്ങളുടെ കവാടങ്ങൾ മലക്കെ തുറക്കപ്പെടും. വഗുല്ലികത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വസുൽസിലത്തി ശയാത്തീൻ വസുഫിദത്തി ശയാത്തീൻ, പിശാചിനെ, മനുഷ്യൻ്റെ ശത്രുവായ, മനുഷ്യനെ പിഴപ്പിക്കുന്ന, അവൻ്റെ ജീവിതത്തെ വഴിതെറ്റിക്കുന്ന പിശാചിനെ, ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലകളാൽ ബന്ധിക്കുന്ന ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്ന റമദാൻ മാസം എന്ന് പറയുന്നത്. ആ റമദാൻ മാസത്തിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കഴിഞ്ഞു പോയ റമദാൻ പോലെയാകരുത് നമ്മുടെ ഇക്കൊല്ലത്തെ റമദാൻ. അതിനേക്കാൾ ഒരു പടി മുന്നിൽ
ഒരു പടി മുന്നിൽ നമ്മൾ പ്രവർത്തിക്കണം, പ്രവർത്തനങ്ങളിൽ നമ്മൾ മുൻകടക്കണമെന്നാണ് പ്രിയമുള്ളവരെ ഈ സമയത്ത് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത സദഖയേക്കാൾ ഈ വർഷം നമുക്ക് എത്ര ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസമായാൽ കാറ്റിനെ പോലെ എന്നാണ് പറയുന്നത്, കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖകൾ ചെയ്തിരുന്നത്. അല്ലേ? നേരത്തെ പറഞ്ഞ ഹദീസ് നോമ്പെനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അല്ലാഹ് പറഞ്ഞു. നമ്മൾ നൽകുന്ന സദഖകൾക്ക് എത്ര പ്രതിഫലമാണ് ലഭിക്കുക എന്ന് നമ്മൾക്ക് പോലും ചിന്തിക്കുവാൻ സാധിക്കില്ല. അത്രത്തോളം പ്രതിഫലമായിരിക്കാം നമ്മൾ നല്ല നീയത്തോടെ നമ്മൾ നൽകുന്ന സദഖകൾക്ക് അള്ളാഹു കാത്തുവച്ചിരിക്കുന്നത്. ആ രീതിയിൽ ആ റമദാനിനെ കൃത്യമായി നല്ല രീതിയിൽ ആ റമദാനിനെ വരവേൽക്കുവാനും സന്തോഷത്തോടു കൂടി ആ റമദാനിനെ മടക്കി അയക്കുവാനും വിട പറയുവാനും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് 2 കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത്. VP മുഹമ്മദ് സാഹിബ് അദ്ദേഹം ഉംറക്ക് പോയ സാഹചര്യത്തിൽ അവിടെ 3 ആഴ്ചയായി മദീനയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുകയും പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4:30 മുതലക്കുളം മൈതാനിയിൽ വെച്ച് നടക്കുന്ന നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വിഷയത്തിൽ കേരളം നവോത്ഥാന സമ്മേളനം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു പരിപാടിയിൽ, ആ ഒരു പ്രോഗ്രാമിൽ കുടുംബസമേതം പങ്കെടുക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക എന്ന് ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ്റെ അടുക്കൽ സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, റമദാനിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ആ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اعتق رقابنا من النار، اللهم اعتق رقابنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.